റെയിൽവേ സ്റ്റേഷനാണ്. ബൽഹർഷ റെയിൽവേ സ്റ്റേഷനാണ്. ബൽഹർഷ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വെളുപ്പങ്കലമായിട്ടുണ്ട്, ഒരു 4 മണി സമയം ആയിട്ടുണ്ട്. ഇപ്പം ബൽഹർഷ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് ഞാൻ പറയാം. ബൽഹർഷ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ലൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ബൽഹർഷ. ഇപ്പം കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് വൃത്തി കുറവൊക്കെയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ടീഷൻ. അപ്പം ബൽഹർഷ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 മണി സമയം ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ. ഇനിയിപ്പം ഏകദേശം ബോർഡറാണ് ഈ ബൽഹർഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് കയറിയാണ്. സൗത്ത് ഇന്ത്യയിലോട്ട് കയറി കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് തെലങ്കാന റൂട്ടിലാണ് വണ്ടി ഇനി യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബൽഹർഷ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ ആയിരിക്കുകയാണ് ഗൈസ്. രാവിലെ ഇപ്പം എത്തിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖാസിപേട്ട് ജംഗ്ഷൻ. ഖാസിപേട്ട് ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ തിരക്കൊക്കെ കുറവാണ്, രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. ഞാൻ രാവിലെ ഉറക്കം ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഖാസിപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തിരക്ക് വലിയ രീതിയിൽ തിരക്കൊന്നുമില്ല. വണ്ടിക്കകത്ത് നമ്മൾ കയറിയ സമയം മുതൽ ഇപ്പം തെലങ്കാന സ്റ്റേറ്റിൽ എത്തിയപ്പോൾ തന്നെ ഒരു തിരക്കും അനുഭവപ്പെടുന്നില്ല വണ്ടിയിൽ. കേരള എക്സ്പ്രസ്സിനെ കാട്ടിയും നമുക്ക് അത്യാവശ്യം നല്ല ക്ലീനും നീറ്റ് ആൻഡ് ക്ലീനുള്ളൊരു വണ്ടിയും തിരക്ക് കുറവുള്ള വണ്ടിയും അത്യാവശ്യം എന്താ പറയുക, ഈ വെളിയിൽ നിന്നുള്ള ആൾക്കാർ അധികം ഒന്നും കയറി വന്ന് നമ്മളെ ശല്യം ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഹിജറകളുടെ ശല്യം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതിനകത്തൊന്നും കയറിയിട്ടില്ല, ഇതുവരെ കയറിയിട്ടില്ല. ഇനി കയറോ ഇല്ലെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഖാസിപേട്ട് ജംഗ്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഖാസിപേട്ട് ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തെലങ്കാന സ്റ്റേറ്റാണ് ഖാസിപേട്ട് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഖാസിപേട്ട് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഖാസിപേട്ടിൽ നിന്ന് വണ്ടി മുന്നോട്ട് പോവുകയാണ്. പിന്നെ വണ്ടി നല്ല സ്ലോയിലാണ് ഓടുന്നത്. കാരണം വണ്ടി നിസാമുദ്ദീനിൽ നിന്ന് എടുത്ത സമയം മുതൽ തന്നെ വണ്ടി നല്ല സ്ലോ ആയിരുന്നു. ഇനി ചിലപ്പോൾ ഇന്നൊരു ദിവസം ചിലപ്പോൾ ഓടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, നൈറ്റൊക്കെ ചിലപ്പോൾ ഓടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഓടിക്കേറിയ ചരിത്രമൊക്കെ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട്. നമ്മൾ അത്രയ്ക്ക് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഇന്ത്യൻ റെയിൽവേ. അപ്പം നമ്മുടെ റെയിൽവേ കോച്ച് എന്ന് പറയുന്നത് LHP കോച്ചാണ്. അത്യാവശ്യം നല്ല അവർ എപ്പോഴും വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു പയ്യനുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ ആ ബാത്റൂമിൻ്റെ അകത്ത് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി നമുക്ക് വൃത്തിയായി തന്നു. IRCTCയുടെ പയ്യനാണ്. എപ്പോഴും വന്ന് പോയി വന്ന് നിൽക്കുകയാണ്. വന്ന് ബാത്റൂമിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഇത് അലർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇത് ഇൻ്റർമീഡിയറ്റ്, ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല. ഇവിടെയൊക്കെ വണ്ടി സ്ലോയിലാണ് വണ്ടി ഓടുന്നത് കേട്ടോ, വലിയ സ്പീഡൊന്നും ഇല്ല. ഇനി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഇനി പിടിച്ചൊക്കെ ആയിരിക്കും വണ്ടി ഓടുന്നത്. അടുത്തടുത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ സൗത്തിലോട്ട് കയറിയപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് രാവിലെ തന്നെ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. തണുപ്പൊക്കെ കുറഞ്ഞ് വരികയാണ്. പിന്നെ അവിടുത്തെ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ് കേട്ടോ. എൻ്റെ വെളിയിലെ കണ്ടില്ലേ, നല്ല നീറ്റാണ് റോഡൊക്കെ, നല്ല നീറ്റാണ്. അപ്പം ഇങ്ങോട്ടുള്ള റോഡ് കണ്ടില്ലേ, അതൊക്കെ നല്ല നീറ്റായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പം ഈ ചപ്പ് ചവറുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതോറുന്നുണ്ട് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ചപ്പ് ചവറ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അലർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് വണ്ടി ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിപ്പം ഈ വണ്ടി ഇങ്ങനെ കറങ്ങി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വണ്ടി നല്ല ഇപ്പോൾ സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്കിപ്പം അലർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗഡ്കേശ്വർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗഡ്കേശ്വർ, എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. ഗഡ്കേശ്വറിലെത്തിയ വണ്ടി നല്ല സ്ലോ ആയിട്ടുണ്ട്. IRCTCയുടെ സൈറ്റിനൊക്കെ ഇപ്പോൾ ഗഡ്കേശ്വറിൽ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വല്ല ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ ഗഡ്കേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ പാസ് ചെയ്യുകയാണോ എന്നൊരു ഡൗട്ടുണ്ട്. 10 മണികളെ നോക്കട്ടെ, 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ 9:35 ആയിട്ടുണ്ട്. ടൈമിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഗഡ്കേശ്വർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഒറ്റ കുഞ്ഞുങ്ങളോ ഇല്ലല്ലോ, ഒരു പട്ടിക്കുഞ്ഞോ ഇല്ലല്ലോ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു സ്റ്റോപ്പില്ലെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി സ്ലോ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇത് നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ കയറുമ്പോൾ അത്യാവശ്യം മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനിലെല്ലാം അത്യാവശ്യം നല്ല റെയിൽവേ സ്റ്റേഷനുകളാണ്. അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം വൃത്തിയിടാണ്, എല്ലാം ഈ കുട്ടിയൊക്കെ ചവച്ച് കൂട്ടി. മിക്കവാറുള്ള റെയിൽവേ സ്റ്റേഷനെല്ലാം മുടിഞ്ഞ സ്മെല്ലും കയറാനും പറ്റില്ല. ഹസ്രത്ത് നിസാമുദ്ദീനിൽ തന്നെ ഭയങ്കര വൃത്തിയിടാണ്. വെളിയിലൊക്കെ ഒരു രക്ഷയില്ല, മൂത്രത്തിൻ്റെ വാടയും അതിനകത്തോട്ട് കയറാനും പറ്റില്ല. അതുപോലെ മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്ന വഴി, മധുര എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ബാത്റൂം ഒരു ഏരിയ ഉണ്ട്. നല്ല സ്മെല്ലാണ്.
ഞാൻ പല റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും ഞാനത് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വാങ്ങണം, അതാണ് ഏറ്റവും നല്ല വേണ്ടുന്നത്. ഓറിയൻസൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ? ഇതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. അതൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇപ്പം പല റെയിൽവേ സ്റ്റേഷനിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് അവസ്ഥയെന്ന്. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളുടെ കിടിലമാവും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഗഡ്കേശ്വർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഗഡ്കേശ്വറാണ് ഇത്, അവിടെ സ്റ്റോപ്പില്ലായിരുന്നു. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ലുക്ക്. അണ്ണല്ലേ പറഞ്ഞല്ലേ പെണ്ണ് കണക്ക്, അകത്തോട് ചാണോടിയ. खाने पीते तो खत्म ही नहीं, अब 1000 रुपये लेके आ रहा है तो इन लोगों ने भी मंगवा दिया सबका खाना, वो हम चलेगा। हम तो ही अच्छा तभी हमने ഫ്രണ്ട്സ്, വണ്ടി നല്ല സ്ലോയാണ് കേട്ടോ. വണ്ടി നല്ല സ്ലോയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിഗ്നലൊന്നും പതിയൊക്കെയാണ് സിഗ്നൽ കിട്ടുന്നതെന്ന് തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന വഴി തന്നെ ഇവിടെ കണ്ടില്ലേ, ചവറ് കൂമ്പാരം. വണ്ടി സൈഡിൽ മൊത്തം ചവറാണ്. എനിക്ക് തോന്നുന്ന ഒരു സൈഡിൽ എന്തോ ഒരു തോടോ എന്തോ പോകുന്നുണ്ട്. ആ തോടിനകത്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അയ്യോ, എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റിൽ ഫുള്ള് അഴുക്കെല്ലാം ഇതിലേക്കൂടാണ് ഒഴുകുന്നതെന്ന് തോന്നുന്നത്. ഏത് സ്റ്റേഷനാണെന്നൊന്നും അറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇത് നേരെ പോകുന്നത്, ഇത് നേരെ തെലുങ്കാന കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മുടെ കർണാടക സ്റ്റേറ്റിലാണ് വണ്ടി കയറുന്നത് കേട്ടോ. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ട്രാവലെന്ന് അറിയാൻ വയ്യ. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇതിന് താഴെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നത്. അത് എവിടെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യത്. ഏതിലോട്ടാണ് പോകുന്നതെന്നും ഒന്നും ഒരു പിടുത്തമില്ല. ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് കണ്ടോ, അതാണ്ട് ഒരു ട്രെയിനിൻ്റെ ബോഗിയാണ്. LHP കോച്ചാണത്. എന്തോ തീപിടുത്തത്തിലങ്ങാണ്ട് സംഭവിച്ചാണ്. സമോസയും മുളകും നമുക്ക് വയറ് വിശന്നിരിക്കുമ്പം കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് സമോസയും മുളകും. അങ്ങനെ നമ്മൾ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ. അപ്പോഴേ വലിയ തിരക്കൊന്നുമില്ല, റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. നല്ല കുറേ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കച്ചേഗുഡ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനിൽ പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് സദയം ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പാസ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കൂടെയൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കച്ചേഗുഡയിലൂടെ ടാറ്റ പറയുകയാണ് ഗൈസ്. ഇലക്ട്രിക്കൽ ലോക്കോ ടാറ്റ കച്ചേഗുഡ. അപ്പോൾ അത് ലോക്കോ ഷെഡാണ്. ലോക്കോ ഷെഡ് കണ്ടില്ലേ, ലോക്കോ ഷെഡാണ് കച്ചേഗുഡ ലോക്കോ ഷെഡാണത്. ഇതാണ് കേട്ടോ മറ്റേ LHP കോച്ചൊക്കെ സർവീസ് ചെയ്യുന്ന ഷെഡാണെന്ന് തോന്നുന്നു. ഇതാണ് സിറ്റി, കച്ചേഗുഡ സിറ്റിയാണത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് സിറ്റിയിൽ. അങ്ങനെ കച്ചേഗുഡ പാസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ചെറുതായിട്ട് വണ്ടിക്ക് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ മേലൊരു മെട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. മെട്രോ ഇങ്ങനെ കറങ്ങി വരികയാണ്. അങ്ങനെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം കുറച്ച് സ്പീഡായിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടി ഇപ്പോൾ നല്ല സ്പീഡായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വന്ന വഴിക്കൊക്കെ ഉള്ള പല സ്റ്റേഷനുകളിലെല്ലാം പിടിച്ചിട്ട് വണ്ടി നല്ല സ്ലോ ആയിപ്പോയി. കുറേ ടൈമിങ്ങും വണ്ടിക്ക് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ
ഇപ്പം വണ്ടി നല്ല സ്പീഡായിട്ടുണ്ട്. ഇതൊരു കുഗ്രാമത്തിലൂടെ ഒരു വലിയൊരു എന്താ റൂറൽ ഏരിയയിലൂടെയാണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം എന്താ പറയുക, നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം മിക്കവാറും നൈറ്റൊക്കെ നല്ല വിളിച്ചിട്ട് ഓടി പിടിക്കുമായിരിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി മിക്കവാറും ബാംഗ്ലൂരിൽ കയറും. ബാംഗ്ലൂരിൽ ലഹങ്കയിലായിരിക്കും ആദ്യം വരുന്നത്. ലഹങ്കയിൽ രാത്രിയോടെ വരുമെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി റൈറ്റ് ടൈമിലോട്ട് ഓടി വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ആയിട്ടുണ്ട് വണ്ടിക്ക്. അങ്ങനെ നമ്മൾ കച്ചേക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഗൈസ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ രാത്രി നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യണം. ഇപ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഒരു പിടുത്തമില്ലല്ലോ. ലാംഗ്വേജ് കറക്റ്റായിട്ട് എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല. ഇംഗ്ലീഷിൽ അറിയാം, എഴുതിയിട്ടില്ല. ഇവിടെ ഒന്നും ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ സമോസ ഐറ്റംസ്, ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ മൊത്തം സമോസ ഐറ്റംസാണ് കേട്ടോ. മൊത്തം ഫുള്ള് സമോസയാണ്. അതിന് നമ്മൾ വണ്ടിയുടെ വെളിയിലോട്ട് ഇറങ്ങി ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്.